വർദ്ധിച്ചു വരുന്ന ഈ വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ഈ അക്രമാസക്തമാകുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ തല്ലി കൊലപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഭയാനകരമായിട്ടുള്ള രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറ അത് തീർച്ചയായിട്ടും ഈ സിനിമകളിലൊക്കെ തന്നെ ഇത്തരം ആക്രമണ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സീനുകളും അതുപോലെ തന്നെ അത്തരം സിനിമകളൊക്കെ ഇതിൽ പ്രേരണയാകുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. സെൻസർ ബോർഡ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സിനിമകൾ, ഇത്തരം സീനുകളൊക്കെ ഉൾപ്പെടുത്തുന്നത് തടയുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഹരി അതൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിന് പ്രചോദനം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ നമ്മുടെ ഓരോ സിനിമകളും ഈ വയലൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഭയാനകരമായിട്ടുള്ള സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഫൈറ്റുകൾ, കൊലപാതകങ്ങൾ, ഇങ്ങനെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന പല സിനിമകളും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. പല ആളുകളും ഇപ്പോൾ അത് വലിയ ഉയർന്ന ചിന്താഗതിക്കാരൊക്കെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഇത്തരം സിനിമകളെല്ലാം നിരോധിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഈ ചെറിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനും ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൊതു രംഗത്തുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കും അതിൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ സിനിമകളും നിരോധിക്കണം. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സിനിമകൾ, പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന സിനിമകളാണ്. നമ്മൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു പരിധിവരെ സിനിമകൾക്കും അതിൻ്റേതായ പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ചാൽ ഇതിനെ അക്രമവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് കാലങ്ങളായിട്ട് ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ വരുന്നത്. കാരണം അവരെ സ്വാഭാവികമായിട്ട് യുവാക്കളിൽ ഇവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള, കാരണം അവർക്ക് അതിനൊരു മോഡലാക്കി മാറ്റുകയാണ്. യുവാക്കൾ അതിനെ ഏറ്റെടുക്കുന്ന ഒരു മൈൻഡിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനെ സെൻസർ ബോർഡ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തീർച്ചയായും അത് ഒഴിവാക്കുന്ന രീതിയിൽ അതിന് ഒരു സെൻസറിങ് നടത്തിക്കൊണ്ട് പഴയകാല മൂല്യബോധങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സിനിമകൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന രീതിയിൽ സമൂഹത്തിന് മാതൃകയാകുന്ന സിനിമകളാകുമ്പോഴേ ഈ യുവാക്കളിൽ ആ ഒരു പ്രചോദനം ഇല്ലാതെയാവുകയുള്ളൂ. അങ്ങനെ ഉള്ള രീതിയിലാവണം. തീർച്ചയായും ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻസർ ബോർഡുകളും ഇതിലേക്ക് അടിയന്തരമായ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.